2015 ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്ത്യ പ്രഖ്യാപിച്ചത്. മേക്ക് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ഇത് രണ്ടും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും കളിയാക്കി. പ്രത്യേകിച്ച് പി ചിദംബരം, അദ്ദേഹം പാർലമെന്റിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങൾ, ദരിദ്ര ജനകോടികൾ എങ്ങനെയാണ് ഡിജിറ്റൽ ഉപയോഗിക്കുക, കാർഡ് ഉപയോഗിക്കുക. അവരിപ്പം ATM-ൽ പോയി കാർഡ് എങ്ങനെയാണ്, അവർക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത മഹാഭൂരിപക്ഷമുള്ള രാജ്യത്ത് എങ്ങനെയാണ് കാർഡ് ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുക. അതിന് സമാന്തരമായ ഡോക്ടർ തോമസ് ഐസക്, ഇതിപ്പോൾ വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായി കിടക്കുന്ന വീഡിയോസാണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. തോമസ് ഐസക്കിന്റെ ഒരു പ്രസ്താവനയുണ്ട്. ഐസക് ആവശ്യമുള്ള കാര്യത്തിനോ ആവശ്യമില്ലാത്ത കാര്യത്തിനോ ഒക്കെ അഭിപ്രായം പറയും, നല്ലതാണ്, അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ്. പക്ഷെ അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു വിവരമുള്ള ആളാണ്, ഒരു ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അത് മാത്രമല്ല അദ്ദേഹം 2 പ്രാവശ്യം ധനകാര്യമന്ത്രി. അപ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടി സെൻസിബിളായി വർത്താനം പറയണം. അദ്ദേഹം പറഞ്ഞത് 90% കൂടുതൽ അസംഘടിതരുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും മറ്റാളുകളും ഈ പേയ്മെന്റും അതുപോലെ തന്നെ പണത്തിന്റെ പേയ്മെന്റ് എല്ലാം ഡിജിറ്റലാക്കിയാൽ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നിടത്തുനിന്ന് മാറി ഇന്നിപ്പോ മീൻ വിൽക്കുന്ന വളരെ വഴിയോര കടയിലിരുന്ന്, ചന്ത പോലെ വഴിയോര സ്ഥലത്തിരുന്ന് 1 or 2 സ്ത്രീകൾ മീൻ വിൽക്കുന്നുണ്ടാവും. നമ്മുടെ തിരുവനന്തപുരം നഗരം പോലുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് കാണാം. അവരുടെ മീൻ വെക്കുന്ന പാത്രത്തിൽ, നമുക്ക് മീൻ എടുത്ത് തരുന്ന പാത്രത്തിന്റെ അടിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? നമുക്കത് സ്കാൻ ചെയ്താൽ നമുക്ക് പൈസ കൊടുക്കാം. ഒരു വട വാങ്ങിച്ചാൽ 10 രൂപ സ്കാൻ ചെയ്ത് കൊടുക്കാം. ഒരു മുട്ടസൂചി വാങ്ങിച്ചാൽ 1 രൂപയാണെങ്കിൽ 1 രൂപ വരെ സ്കാൻ ചെയ്ത് കൊടുക്കാം. പൈസ സ്കാൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഹൈസ്പീഡ് നെറ്റ്വർക്ക് വന്നു. പിന്നെ ഇന്റർനെറ്റ് സംവിധാനം ഗ്രാമങ്ങളിലേക്ക് വന്നു. ഓൺലൈൻ സംവിധാനം വന്നു. ഡിജിറ്റൽ ലിറ്ററസി വന്നു. ഭാരത് നെറ്റ് കൊണ്ടുവന്നു. ഡിജി ലോക്കർ കൊണ്ടുവന്നു. ഗവേണൻസ് കൊണ്ടുവന്നു. എന്തെല്ലാമാണ് വന്നത്. ഹെൽത്ത് വന്നു. ഇപ്പൊ നമുക്ക് ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുക്കാം, ഡോക്ടറെ കാണാൻ ഹെൽത്ത് കാർഡ് വന്നു. അതുപോലെ തന്നെ ബാങ്കിങ്ങിൽ ഇത് വന്നു. SBI യോനോയിലൊക്കെ മാറി. ഗൂഗിൾ പേ വന്നു. ഗൂഗിൾ പേ വന്നതോടുകൂടി ആളുകൾ മുഴുവൻ അതിനകത്തല്ലേ പോകുന്നത്, GPayക്കകത്താണ് പോകുന്നത്. അപ്പം അങ്ങനെ വളരെ വലിയ തോതിലാണ് ഡിജിറ്റലിലേക്ക് ഇന്ത്യ പോയത്. ഏത് ഗ്രാമീണന്റെ കയ്യിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, അതിലൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി പേയ്മെന്റ് നടക്കുന്നു. ഇന്നിപ്പോ ആരും പണം കൊണ്ട് നടക്കുന്നില്ല. ഒരു ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ഇതുണ്ട്. അങ്ങനെ ഡിജിറ്റൽ ലിറ്ററസി കഴിഞ്ഞ 10ാം വർഷമായതുകൊണ്ടാണ് 2015 തുടങ്ങിയപ്പോൾ 10 വർഷമാകുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അല്ല ആരെയും കുറ്റപ്പെടുത്താനോ ഡോക്ടർ തോമസ് ഐസക്കിനെയോ അല്ലെങ്കിൽ ചിദംബരത്തിനൊന്നും കുറ്റപ്പെടുത്താനല്ല. പക്ഷെ എന്ത് കാര്യം കൊണ്ടുവന്നാലും, ഏത് നന്മയുള്ള കാര്യം കൊണ്ടുവന്നാലും അതിനെ കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ വ്യാപകമായിട്ട് അടിച്ച് പൊളിച്ചു. എന്നിട്ട് ഇപ്പോഴും അത് ന്യായീകരിച്ച് തീർന്നിട്ടില്ല. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ ഗ്ലാസ് നോട്ടും പെരിസ്ട്രോയിക്കും സോവിയറ്റ് യൂണിയൻ വന്നപ്പോൾ ഇപ്പോഴും സഹാക്കൾക്ക് അറിഞ്ഞുകൂടാ അതെന്താണ് സംഭവം എന്നറിയില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ കമ്പ്യൂട്ടർ സാക്ഷരത കമ്പ്യൂട്ടർ വന്നപ്പോൾ അടിച്ച് പൊളിച്ച് നാശക്കോട്ടയാക്കി ഈ സർവീസ് സംഘടനകളും എല്ലാവരും. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? കമ്പ്യൂട്ടർ ഇല്ലാതെ, ലാപ്ടോപ്പ് ഇല്ലാതെ, മൊബൈലിലടക്കം മെയിൽ അയച്ചുകൊണ്ടല്ലാതെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എല്ലാം മെയിലിടൂ എന്നാണ് പറയുന്നത്. സഹാക്കളൊക്കെ മെയിലിട്ടേക്കാനാണ് പറയുന്നത്. എന്തൊരു നാടാണ്. കമ്പ്യൂട്ടറിനെ അടിച്ചു പൊളിച്ചു. അവിടെ നിന്ന് കമ്പ്യൂട്ടറൈസേഷൻ അംഗീകരിച്ചു. അതിനെ തുടർന്ന് ഡിജിറ്റൽ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും കോടിക്കണക്കിന് ജനങ്ങളാണ് ഡിജിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ മേക്ക് ഇൻ ഇന്ത്യയുമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഞാനിത് ആരെയും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉയർത്തി കാണിക്കാനോ താഴ്ത്തി കാണിക്കാനോ ഒന്നും പറഞ്ഞതല്ല. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു രാജ്യം വളർച്ചയുടെ പാതയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകളും, സ്വച്ഛ ഭാരത്, ജലജീവ മിഷൻ, എത്ര പ്രോജക്റ്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ജനസേവന അക്ഷയ പോലുള്ള ജനസേവന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സ്റ്റോറുകൾ, അങ്ങനെ പറഞ്ഞാൽ ഒരു 100,000 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ചത് ഈ പറഞ്ഞ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളതാണ്. അത് നോക്കിയപ്പോഴാണ് പേയ്മെന്റും ചെല്ലാനും എല്ലാം ഇലക്ട്രോണിക്കിലേക്ക് മാറിയിരിക്കുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന മാറ്റത്തെ തള്ളിപ്പറഞ്ഞ കഥകൾ കൂടി കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ചെയ്തത്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇത്രയും ദരിദ്ര കോടികൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇത്രയും പാവപ്പെട്ടവരുള്ള, കർഷക തൊഴിലാളികളുള്ള, അല്ലെങ്കിൽ വനിതകളുള്ള, ലിറ്ററസി റേറ്റിൽ നിന്നും വലിയ മുന്നിൽ നിൽക്കാത്ത ഒരു രാജ്യത്ത് എങ്ങനെ ഇത് സാധിക്കുന്നു? ഇത് ഒരു വലിയ ഇത് വലിയ ഒരു അത്ഭുതമായിട്ടാണ് ലോക രാജ്യങ്ങൾ ഇന്ത്യയെ നോക്കിക്കാണുന്നത്.